ഹായ് എവരിവൺ, എൻ്റെ പേര് ജോയ് സോജൻ. ഞാൻ ഒരു കഥ സൊല്ലിട്ടുപ്പാ, ഇനി ശ്രദ്ധിച്ചു കേൾക്ക്. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് സ്മോക്ക് ഹൗസിനെ പറ്റിയാണ്. സ്മോക്ക് കൾച്ചർ എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തത്? ശരിക്കും ഇത് ഒറിജിനേറ്റ് ചെയ്തതാണ്. ആക്ച്വലി പണ്ടുള്ള ഏഷ്യൻ്റെ ആളുകൾ ഇതെല്ലാം സ്മോക്ക് ചെയ്താണ് കഴിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഇതുപോലെ വലിയ സ്മോക്കേഴ്സ് ഒന്നുമില്ല, വെറുതെ തീരിട്ട് ചൂട കഴിക്കുക. ഇന്ന് സ്മോക്കേഴ്സായി വലിയ രീതിയിലായി. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏഷ്യൻ ആളുകൾ കഴിഞ്ഞിട്ട് പിന്നുള്ള വന്ന ആൾക്കാർ കുക്കിംഗ് പല സ്റ്റൈൽ ഓഫ് കുക്കിംഗ് കണ്ടുപിടിച്ചു തുടങ്ങി. അതിനുശേഷം സ്മോക്ക് ബീഫ് ആയാലും ബ്രിസ്ക്കറ്റ് ആയാലും പല കാര്യങ്ങളായാലും ആളുകൾ കഴിക്കാണ്ടായി. പിന്നെ അങ്ങനെയാണ് ടെക്സാസിൽ ഒറിജിനേറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞുതരാം. ജർമ്മനിയിൽ നിന്നും ഫ്രഞ്ചിൽ നിന്നും ആളുകളെല്ലാം വന്ന ശേഷം, അവിടുത്തെ ഇമ്മീഡിയൻ്റ് ആയിട്ട് വന്ന ശേഷം അവിടെ വന്ന് കൊണ്ടുവന്ന ഒരു ഇതാണ് സ്മോക്ക് ഹൗസ്, ലൈക്ക് സ്മോക്ക് കൾച്ചർ. അവിടെ വന്ന ആളുകൾ ഇതുപോലെ സ്മോക്ക് ചെയ്ത് കഴിച്ചു തുടങ്ങി. പിന്നീട് അത് പല ബാറുകളിലും പല രീതികളിലും അത് ഫേമസ് ആയി തുടങ്ങി. പിന്നെ അവിടുത്തെ ഒരു രൂപീകപ്പെട്ട കാര്യമാണ്, ഒരു ഡിഷാണ് സ്മോക്ക്ഡ് ടെക്സാസ് ബ്രിസ്ക്കറ്റ് ബാർബിക്യൂ കാര്യങ്ങളെല്ലാം. ഇനി സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കി സ്റ്റോറി കൂടി പറഞ്ഞുതരാം. അപ്പോൾ ശരിയപ്പോൾ